മഹാനായ സ്വഹാബി വര്യൻ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെതായി നൽകിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അദ്ദേഹം പഠിച്ച പാഠങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് നൽകിയ 7ഓളം ഉപദേശങ്ങളുണ്ട്, 7ഓളം കാര്യങ്ങളുണ്ട്. അതിൽ ഏതാനും കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായി സംസാരിക്കാനുള്ളത്. അബൂദറുൽ ഗിഫാരിയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ അബൂദറിനോളം സത്യസന്ധനായ മറ്റൊരാൾ ഇല്ലെന്നാണ്. അതായത് അബൂദറിന്റെ അത്രയും മുസദ്ദിഖായ സത്യസന്ധനായ ഒരാൾ ഈ ഭൂമിയിൽ ഇല്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ സ്വഹാബി വര്യന്റെ സ്ഥാനവും മാനവും എത്രമാത്രം വലുതാണ് എന്ന്. ആ മനുഷ്യൻ നമുക്ക് നൽകുന്ന ഉപദേശം എത്രമാത്രം വലുതായിരിക്കും, എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതായിരിക്കും. അതിൽ വളരെ പ്രധാനമായി ഒന്നാമതായി അദ്ദേഹം പറഞ്ഞത് ഒന്നാമത്തെ കാര്യം, പാവപ്പെട്ടവരെ, ദരിദ്രരെ ചേർത്ത് നിർത്തുക എന്നതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമായി നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഈ മിമ്പറിൽ നിന്ന് തന്നെ മുന്നേ പറഞ്ഞ ഒരു ചരിത്രം, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രസിദ്ധനായ പണക്കാരനായ പ്രമാണിയായ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ. അയാൾ ഇസ്ലാമിലേക്ക് വരുമെന്നൊരു പ്രതീക്ഷ റസൂലുള്ളാഹിക്ക് നല്ലോണം ഉണ്ട്. വളരെ ഗൗരവതരമായി കൊണ്ട് അയാളോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ച മഹാനായ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു, അദ്ദേഹം അന്ധനായിരുന്നു. അദ്ദേഹത്തിന് മറ്റ് പല ചരിത്രങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചത്, എന്റെ വീട് വളരെ ദൂരെയാണ്, പക്ഷെ ഞാൻ ബാങ്ക് കേൾക്കാറുണ്ട്, ഞാൻ പള്ളിയിലേക്ക് വരേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ഹദീസ് വളരെ പ്രസിദ്ധമാണ്, മഷ്ഹൂറാണ്, നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ പുറത്തേക്ക് വല്ല ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ മദീനയുടെ കാര്യം ഏൽപ്പിച്ചു പോകുക ഉമ്മി മക്തൂമിനെയാണ്, അമീറാക്കി പോകുക. വളരെ പ്രാധാന്യമുള്ളൊരു സഹാബി, എന്നാൽ തന്റെ ശാരീരികമായ പരിമിതികൾ കൊണ്ടും സാമ്പത്തികമായ പരിമിതികൾ കൊണ്ടും വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന, സമൂഹത്തിൽ വലിയ സ്ഥാനമാനമൊന്നുമില്ലാത്തൊരു മനുഷ്യൻ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു. അദ്ദേഹം അന്ധനായതുകൊണ്ട് തന്നെ പ്രവാചകൻ ആരോടാണ് സംസാരിക്കുന്നത്, അതിന്റെ സാഹചര്യം എന്താണ്, സിറ്റുവേഷൻ എന്താണെന്നും മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹം എന്തോ ഒരു കാര്യം ചോദിക്കുന്നതിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വരികയാണ്. സ്വാഭാവികമായും വളരെ പ്രധാനപ്പെട്ട ഒരാളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്റെ അനുയായികളിൽപ്പെട്ട ഒരാൾ വന്നപ്പോൾ പ്രവാചകന് ചെറിയൊരു നീരസ മനസ്സിലുണ്ടായി. പ്രവാചകൻ അദ്ദേഹത്തെ കുറച്ചു നേരത്തേക്കൊന്ന് മൈൻഡ് ചെയ്തില്ല, അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മറുപടി കൊടുത്തില്ല. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരുത്തിക്കൊണ്ട് ആയത്തുകൾ ഇറക്കി. പരിശുദ്ധ ഖുർആനിൽ അബസ എന്ന് പേരുള്ള ഒരു അധ്യായം തന്നെയുണ്ട്. അബസ എന്ന് പറഞ്ഞാൽ മുഖം ചുളിക്കുക എന്നാണ് അർത്ഥം. ആ പേരിൽ ഒരു അധ്യായം തന്നെ. ആ അധ്യായത്തിന്റെ 10 ആയത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തിരുത്തുകൾ നൽകാൻ വേണ്ടി മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അല്ലാഹു പറയാണ്, അബസ വതവല്ല അൻ ജാഅഹുൽ അഅ്മാ എന്ന് തുടങ്ങിയ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അദ്ദേഹം മുഖം ചുളിച്ചു കളഞ്ഞു, അദ്ദേഹം പിന്മാറിക്കളഞ്ഞു. അൻ ജാഅഹുൽ അഅ്മാ, ആ അന്ധനായ മനുഷ്യൻ, ആ കണ്ണ് കാണാത്ത മനുഷ്യൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നപ്പോ അദ്ദേഹം അതാ പിന്മാറിക്കളയുകയാണ്. വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ, നബിയെ അങ്ങേക്ക് എങ്ങനെയാണ്, എന്താണ് അറിയുക, എങ്ങനെയാണ് അറിയാൻ സാധിക്കുക, ആ മനുഷ്യൻ പരിശുദ്ധി പ്രാപിച്ചുവെങ്കിലോ, ഔ യദ്ദക്കറു ഫതൻഫഅഹു ദിക്റാ, അദ്ദേഹത്തിനുണ്ടാകുന്ന ഓർമ്മകൾ, സ്മരണകൾ അദ്ദേഹത്തിന് ഗുണീഭവിച്ചുവെങ്കിലോ, അമ്മാ മൻ ഇസ്തഗ്നാ, എന്നാൽ ധന്യത നടിക്കുന്ന ഒരാളുടെ കാര്യത്തിൽ അങ്ങ് വ്യാപൃതനായിരുന്നു,
فأنت له تصدى وما عليك ألا يزكى وأما من جاءك يسعى وهو يخشى فأنت عنه تلهى. ഇത്രയും ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്തിനാണ്? പ്രമാണിയായ ഒരു മനുഷ്യനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അന്ധനായ ഒരു അടിമ അങ്ങയുടെ അടുത്തേക്ക് വന്നപ്പോ ആ അന്ധന് മറുപടി കൊടുക്കുന്നതിന് പകരം ആ വലിയ പ്രമാണിയായ ധന്യത നടിക്കുന്ന മനുഷ്യനോട് അങ്ങ് സംസാരിച്ചുകൊണ്ടിരുന്നില്ലേ? അത് ശരിയായില്ല പ്രവാചകരെ, അത് ശരിയായില്ല നബിയെ എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തുകൾ ഇറക്കുന്നത്. നോക്ക് നിങ്ങൾ, 7 ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് വഹീ വരികയാണ് അന്ധനായ ഒരു മനുഷ്യന്റെ നേർക്കേക്ക്. ഒരു ചെറിയ അവഗണന. അള്ളാന്റെ റസൂൽ ഒരിക്കലും പാവപ്പെട്ടവരെ അവഗണിക്കുന്നവരല്ലോ, ഒരിക്കലുമല്ല. ജീവിതത്തിൽ നാം കഴിഞ്ഞകാല ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ഇത്രത്തോളം മരികവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ ചേർത്ത് പിടിച്ച മറ്റൊരു മനുഷ്യനെ നമുക്ക് കാണാൻ കഴിയില്ല, മറ്റൊരു നേതാവിനെ നമുക്ക് കാണാൻ കഴിയില്ല. ആ പ്രവാചകന്റെ ഭാഗത്ത് നിന്ന് ചെറിയ ഒരു നീരസ പ്രകടനം ഉണ്ടായപ്പോ ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി ഇറക്കിയെങ്കിൽ ഈ ഒരു കാര്യത്തിന്റെ പ്രത്യേകതയും പ്രാധാന്യവും എത്രമാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിയോട് കണിശമായി കൽപ്പിക്കുന്നുണ്ട്. എന്താണ്? വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽഅശി യുരീദൂന വജ്ഹഹു വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയാ. രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ പ്രീതി മോഹിച്ചുകൊണ്ട്, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവരുടെയിൽ അങ്ങയുടെ സ്വന്തത്തെ അങ്ങ് ക്ഷമിച്ചിരുത്തുക. അവരിൽ നിന്ന് അങ്ങയുടെ കണ്ണ് വിട്ടുപോകരുത്, അവരിൽ നിന്ന് അങ്ങയുടെ നയനങ്ങൾ വിട്ടുപോകരുത്. തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയാ. ഈ ദുനിയാവിലെ സൗന്ദര്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട്, ഈ ദുനിയാവിലെ സമ്പാദ്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ആ മനുഷ്യരിൽ നിന്ന് അങ്ങയുടെ കണ്ണുകൾ മാറിപ്പോകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കണിശമായി കൽപ്പിക്കുകയാണ്, പ്രഖ്യാപിക്കുകയാണ്. പാവപ്പെട്ടവരെ ചേർത്ത് നിർത്തുക എന്നാൽ പരിശുദ്ധ ഇസ്ലാമിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് എത്രയോ സംഭവങ്ങളിൽ, എത്രയോ ആയത്തുകളിലൂടെ നമുക്ക് ബോധ്യപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന എന്താണ്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്ത് വതറക്കൽ മുൻകറാത്ത് വഹുബ്ബൽ മസാകീൻ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഫിഅലൽ ഖൈറാത്ത്, നന്മയുള്ള കർമ്മങ്ങളെ, നല്ലതായ കർമ്മങ്ങളെ നീ എനിക്ക് അധികരിപ്പിച്ച് തരണമേ. വതറക്കൽ മുൻകറാത്ത്, മോശമായ വൃത്തികേടുകളെ ഒഴിവാക്കാൻ നീ എന്നെ സഹായിക്കണേ. വഹുബ്ബൽ മസാകീൻ, പാവപ്പെട്ടവരോടുള്ള സ്നേഹം നീ എന്റെ മനസ്സിലേക്ക് ഇട്ടുതരണേ, എന്റെ ഹൃദയത്തിലേക്ക് ഇട്ടുതരണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുമായിരുന്നു. നമുക്കറിയാം പ്രവാചകന്റെ ജീവിതത്തിൽ പാവപ്പെട്ട സ്വഹാബികൾക്ക് അവിടുന്ന് നൽകിയ സ്ഥാനവും മാനവും എത്രയാണ്. ആരായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു? ബിലാലിന് സ്വന്തമായി പറയാനൊരു തറവാടുണ്ടോ? ഇല്ല. ഒരു തറവാട്ട് പേരുണ്ടോ? ഇല്ല. സമ്പത്തുണ്ടോ? ഇല്ല. ഗോത്രമുണ്ടോ? ഇല്ല. ജനിച്ചത് തന്നെ അടിമപ്പാളയത്തിലാണ്, അടിമയായിട്ടാണ്. ഒരുപാട് യജമാനന്മാരുടെ കൈകളിൽ നിന്ന് മാറി മാറി അടിമത്വത്തിന്റെ എല്ലാ പ്രയാസങ്ങളും തോളിൽ പേറിക്കൊണ്ട് ജീവിച്ച മനുഷ്യനാണ് ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. ആ ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ സ്ഥാനം എത്രമാത്രം വലുതായിരുന്നു പ്രിയപ്പെട്ടവരെ. ഒരു കരിവണ്ടിനെ പോലെ, പൂവിന്റെ ചുറ്റിലും വട്ടമിട്ട് പറക്കുന്ന ഒരു കരിവണ്ടിനെ പോലെ സദാ പ്രവാചകന്റെ ചുറ്റിലും തന്റെ സാന്നിധ്യം അറിയിച്ചിരുന്ന മഹാനുഭവനായ മനുഷ്യനാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. അള്ളാന്റെ റസൂലിനെ രാവിലെ ഉറക്കിൽ നിന്ന് വിളിച്ചുണർത്തിയിരുന്നത് ബിലാൽ റളിയല്ലാഹു അൻഹു ആണ്. പ്രവാചകന്റെ വീട്ടിലേക്ക് വന്ന് ബിലാലിന്റെ വാങ്ക് കേട്ടിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണരാറുള്ളത്. മക്കം ഫതഹിന്റെ അന്ന് എത്രയോ പ്രമാണിമാരും തറവാട്ടുകാരുണ്ട്, അവരൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിനോട് പറഞ്ഞു, ബിലാൽ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തൗഹീദി പ്രഖ്യാപനത്തിന് ശേഷം ഈ പരിശുദ്ധമായ ബൈത്തുൽ അതീഖിൽ നിന്ന്, പുരാതന ഭവനത്തിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വഹദാനിയത്തിന്റെ കലിമത്ത് ഉച്ചരിക്കാനുള്ള അവസരം നിനക്കാണെന്ന് പറഞ്ഞ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കൈപിടിച്ച് പ്രവാചകൻ കയറ്റി. അത്രത്തോളം സ്ഥാനവും മാനവും ബിലാൽ റളിയല്ലാഹു അൻഹു നൽകി. ചില ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും, ബിലാൽ റളിയല്ലാഹു അൻഹു വലിയ ഒരു ഖുറൈശി തറവാട്ടിൽ നിന്ന് കല്യാണാലോചന വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രമാണിമാരായ തറവാട്ടുകാരോട് തിരിച്ചു ചോദിച്ചത്, എന്റെ ബിലാലിനെ കല്യാണം കഴിക്കാൻ മാത്രമുള്ള അർഹത നിങ്ങളുടെ മകൾക്കുണ്ടോ എന്ന കാര്യം. അല്ലാഹുവിന്റെ റസൂൽ ഖുറൈശി തറവാട്ടുകാരനാണ്. പക്ഷേ ബിലാലിനെ കുറിച്ച് പറയുമ്പോ പ്രവാചകൻ എന്റെ ബിലാൽ എന്നാണ് പറഞ്ഞത്.
അത്രത്തോളം ആ ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ആ ചേർത്ത് പിടിക്കലിന്റെ അനുരണനമായിരുന്നു യഥാർത്ഥത്തിൽ അള്ളാന്റെ റസൂലിന്റെ വഫാത്തുണ്ടായപ്പോ, വിയോഗമുണ്ടായപ്പോ തന്റെ ചന്നാലാവുന്ന സാധന സാമഗ്രികളെല്ലാം എടുത്ത് ആ നാട്ടിൽ നിന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു പലായനം ചെയ്യാൻ ഒരുങ്ങിയപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ബിലാലെ ഇവിടെ നിന്നൂടെ? ബിലാലില്ലാത്തൊരു മദീനയെ കുറിച്ച് ഞങ്ങൾക്ക് ആലോചിക്കാൻ കഴിയുന്നില്ല, ചിന്തിക്കാൻ കഴിയുന്നില്ല, ഇവിടെ നിന്നൂടെ ബിലാലെ എന്ന് ചോദിച്ചപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിക്കുന്നുണ്ട്, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ എന്നെ ഉമയ്യത്ത് ഇബ്നു ഖലഫിന്റെ കയ്യിൽ നിന്ന് പണം കൊടുത്തു വാങ്ങിയത് നിങ്ങളുടെ അടിമയായിട്ടാണെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്നത് അനുസരിക്കാം. അതല്ല, നിങ്ങൾ എന്നെ വാങ്ങിയിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്നെ സ്വതന്ത്രനാക്കിയതാണെങ്കിൽ നിങ്ങൾ എന്നോട് ഈ കാര്യം മാത്രം കൽപ്പിക്കരുത്. കാരണം എന്റെ പ്രവാചകനില്ലാത്തൊരു മദീന എനിക്ക് താങ്ങാവുന്നതിലും എത്രയോ അപ്പുറത്ത്, എനിക്കത് സഹിക്കാൻ കഴിയില്ല. എന്റെ റസൂലില്ലാത്ത മദീന പള്ളിയിലെ മിഹ്റാബ്, എന്റെ റസൂലില്ലാത്ത മദീന പള്ളിയിലെ മിമ്പറുകൾ, എന്റെ റസൂലില്ലാത്ത മദീന പള്ളിയിലെ അദ്ദേഹത്തിന്റെ ഹുജറകൾ, ഇതൊന്നും എന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്നതല്ല, സഹിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ഞാൻ പോകുകയാണെന്ന് പറഞ്ഞു. ഒരു സാധാരണ പട്ടാളക്കാരനായി ഒന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ അത്യുന്നത പദങ്ങളിൽ അമീറന്മാർ നിയമിക്കുമായിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് തന്റെ മനസ്സിലുള്ള ഹുബ്ബിന്റെ അങ്ങേയറ്റം കാരണം സകല സ്ഥാനമാനങ്ങൾ ഉപേക്ഷിച്ച് മദീനയിൽ നിന്ന് നാട് വിട്ടുപോവാൻ എന്നേക്കുമായിട്ട്. കാരണം ആ പ്രവാചകനില്ലാത്തൊരു മദീന ആ മനസ്സിന് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. എന്തുകൊണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ? എന്തുകൊണ്ടായിരുന്നു? ഒരു ചിരി പോലും വലിയ ഔദാര്യമായി കണക്കാക്കുന്ന ഖുറൈശികളുടെ അടിമപ്പാളയത്തിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട അനുയായി ബിലാലിനെ മോചിപ്പിച്ചെടുത്ത് പിന്നെ പ്രവാചകന്റെ കൂടെ ആ മനുഷ്യൻ ജീവിച്ചത് എങ്ങനെയാണെന്നറിയുമോ? ഈ ലോകത്ത് ഒരാൾക്കും കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സ്ഥാനവും മാനവും ലഭിച്ചുകൊണ്ടാണ് പിന്നീട് ആ മനുഷ്യൻ ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഭൗതികമായ മാനദണ്ഡങ്ങൾ നോക്കിയാൽ ഒരു തലത്തിലും തനിക്ക് അർഹതയില്ലാത്ത അത്രയും വലിയ സ്ഥാനമാനങ്ങൾ കൊടുത്ത് തന്നെ ചേർത്ത് പിടിച്ച് കൂട്ടിപ്പിടിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഓടുള്ള സ്വാഭാവികമായ ആ സ്നേഹമായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ. അതുകൊണ്ടാണ് അള്ളാന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം ആദ്യമായി ബാങ്ക് കൊടുത്തപ്പോൾ ഷഹാദത്തിന്റെ രണ്ടാമത്തെ ഭാഗം പൂർത്തീകരിക്കാൻ കഴിയാതെ ആ മനുഷ്യൻ ബോധം കെട്ട് വീണത്. അതുകൊണ്ടാണ് നമ്മൾ എത്രയോ തവണ കേട്ട ചരിത്രമാണ്. ബാങ്ക് കൊടുക്കാൻ കഴിയുന്നില്ല, തൊണ്ടയിടറാണ്, കണ്ണിലേക്ക് ഇരുട്ട് കയറാൻ. ബിലാല് മാത്രമല്ല കേട്ടോ അങ്ങനെ. നമ്മൾ ബിലാലിന്റെ ചരിത്രം മാത്രമേ കേട്ടിട്ടുള്ളൂ. പക്ഷെ ബിലാല് മാത്രമല്ല അങ്ങനെ, ബിലാലിനെ പോലെയുള്ള ഒരുപാട് അനുയായികൾ അതുപോലെയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിലാളനകളേറ്റ് അള്ളാഹുവിന്റെ റസൂലിന്റെ വാത്സല്യത്തിൽ ചേർത്ത് പിടിക്കപ്പെട്ട എത്രയോ പാവപ്പെട്ട സ്വഹാബിമാർ ആ റസൂലുള്ളാഹിന്റെ ചുറ്റിലും ഉണ്ടായിരുന്നു. അതിലൊരാളാണ് മഹാനായ ജുലൈബീബ് റളിയല്ലാഹു അൻഹു. കറുകറുത്ത, കുറിയ, ആരും കണ്ടാൽ ഇഷ്ടപ്പെടാത്ത, ആരും എന്തെങ്കിലും പറഞ്ഞാൽ മൈൻഡ് ചെയ്യാത്തൊരു മനുഷ്യൻ. ജുലൈബീബ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന് ആ വൈരൂപ്യം കാരണം ആരും അദ്ദേഹത്തിന് പെണ്ണു കൊടുത്തിട്ടില്ല, വിവാഹം കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് എപ്പോഴും ഒരു അപകർഷതാബോധമായിരുന്നു, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് മനസ്സിൽ. ജുലൈബീബിനെ ആരെ സ്വീകരിക്കാനാണ്? ഏത് പെണ്ണ് ജുലൈബീബിനെ കല്യാണം കഴിക്കാനാണ്? ഏത് പിതാവാണ് ജുലൈബീബിന് കൈതരിക എന്നൊക്കെയുള്ള ചിന്ത ജുലൈബീബിന്റെ മനസ്സിൽ സ്ഥിരമായി ഉണ്ടായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്ദരനായിരുന്നു പ്രവാചകൻ, സൗന്ദര്യത്തിന്റെ പ്രതീകമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ സൗന്ദര്യമെന്ന ഒന്ന് ഇല്ലാത്തൊരു മനുഷ്യന്റെ മനോവ്യവഹാരങ്ങളെ തൊട്ടറിയാനുള്ള മനസ്സ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ പ്രിയപ്പെട്ട ഒരു വലിയ പണമുള്ള വീട്ടിൽ ജീവിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ടവന്റെ വേദനയും പ്രയാസവും മനസ്സിലാവില്ല. കാരണം എന്താണ്? ആ സാഹചര്യത്തിൽ അവർ ജീവിച്ചിട്ടില്ല. റസൂലുള്ളാഹിനെ നിങ്ങൾ നോക്ക്, സൗന്ദര്യമില്ലാത്തൊരവസ്ഥ റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ സൗന്ദര്യമില്ലാത്തൊരു മനുഷ്യന്റെ ആ വേദനകളും പ്രയാസങ്ങളും എന്താണെന്ന് കൃത്യമായി തൊട്ടറിയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചു എന്നാണ്. എന്നിട്ട് ജുലൈബീബിനോട് ചോദിച്ചു റസൂൽ, ജുലൈബീബ് ഒരു കല്യാണം കഴിക്കണ്ടേ? ജുലൈബീബിന്റെ ഉള്ളിലുള്ള വിഷമങ്ങൾ മുഴുവൻ പൊട്ടി പുറത്തേക്ക് വന്നു. റസൂലിനോട് പറയാ, റസൂലല്ലാഹ്, ആരെനിക്ക് പെണ്ണ് തരാനാണ്? അങ്ങ് കാണുന്നില്ല എന്റെ അവസ്ഥ, ഞാൻ കുറിയവനാണ്, കറുത്തവനാണ്, വിരൂപനാണ്, എന്നൊരു പെണ്ണും കണ്ടാൽ ഇഷ്ടപ്പെടൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനെ ചേർത്ത് പിടിച്ചിട്ട് അയാളുടെ ചെവിയിലേക്ക് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, അൻസാരികൾ എന്ന് പറഞ്ഞാൽ വെളുത്ത സൗന്ദര്യമുള്ള ഒരു അൻസാരി കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയുടെ പിതാവിന്റെ പേര് പറഞ്ഞു കൊടുത്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അവിടേക്ക് പോ, എന്നിട്ട് ഞാൻ വിവാഹം ആലോചിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി വിവാഹം ആലോചിക്കുന്നത് നീ പോയിട്ട് പറയ്, എന്താണ് പ്രതികരണമെന്ന് നീ എനിക്ക് പറഞ്ഞതാ. മടിച്ചാണെങ്കിലും ജുലൈബീബ് റളിയല്ലാഹു അൻഹു ആ വീട്ടിലേക്ക് പോയി ആ പിതാവിനോട് സംസാരിച്ചു. സ്വാഭാവികമായ ആ പിതാവിന്റെ പ്രതികരണം, എന്റെ മകളെ നീ കണ്ടിട്ടുണ്ടോ? ഇത്രമാത്രം സുന്ദരിയായ ഒരു പെണ്ണിനെ
വേൾക്കാൻ മാത്രം എന്ത് അർഹതയാണ് നിനക്കുള്ളത്? നിന്റെ മുഖം നീ കാണുന്നില്ലേ? നിന്റെ ശരീരം നീ കാണുന്നില്ലേ? എന്നൊക്കെ പറഞ്ഞ് ജുലൈബീബിനെ വല്ലാതെ അങ്ങോട്ട് അപമാനിച്ചു. സങ്കടത്തോടെ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ജുലൈബീബി കേൾക്കുന്നത് വീടിന്റെ അകത്ത് നിന്ന് തന്റെ പിതാവിന്റെ നിലപാടിനെ കർക്കശമായി എതിർക്കുന്ന അൻസാരി പെണ്ണിന്റെ, ആ സ്ത്രീയുടെ ശബ്ദമാണ്. ആ പെണ്ണ് വാപ്പയോട് പറയാണ്, വാപ്പ, ഒരു മുഅ്മിനും മാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. അല്ലാഹുവും അവന്റെ റസൂലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യത്തിന്റെ വിഷയത്തിൽ ഒരു ചോയ്സ് ഉണ്ടാകാൻ, ഒരു സ്വാതന്ത്ര്യമായ തെരഞ്ഞെടുപ്പ് ഉണ്ടാവാൻ ഒരു മുഅ്മിനിനും മുഅ്മിനത്തിനും പാടുള്ളതല്ല എന്ന് പറഞ്ഞ് ആ പെണ്ണ് ജുലൈബി റളിയല്ലാഹു അൻഹുവിനെ കല്യാണം കഴിച്ചു. കാരണം എന്താ? പറഞ്ഞതാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ വാക്കിന് മറുവാക്കുണ്ടായിരുന്നില്ല സ്വഹാബികൾക്കിടയിൽ. ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ, പണത്തിന്റെയോ പ്രതാപത്തിന്റെയോ സൗന്ദര്യത്തിന്റെയോ അല്ലെങ്കിൽ തറവാടിത്തത്തിന്റെയോ ഒന്നും മാനദണ്ഡമില്ലാതെ തന്റെ അനുയായികളെ ചേർത്തു പിടിച്ച മനുഷ്യനാണ് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്ലു സുഫയുടെ ആളുകളുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വായിൽ നിന്ന് ഉതിർന്നു വീഴുന്ന ഇൽമിന്റെ മുഴുമുത്തുകൾ ഒപ്പിയെടുത്ത് വരാനിരിക്കുന്ന തലമുറകളിലേക്ക് പകർന്നു കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന അബൂ ഹുറൈറയെ പോലെയുള്ള സ്വഹാബത്ത് അവരുടെ വികാരം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മനുഷ്യരുടെ കണ്ണുകളിലൂടെ അവരുടെ വയറിന്റെ വിശപ്പ് മനസ്സിലാക്കി ആ നേതാവ് ഒരു ബൂർഷയായിരുന്നില്ല നമ്മുടെ പ്രവാചകൻ. പ്രിയപ്പെട്ടവരെ, ഒരു തരത്തിലുള്ള പ്രമാണികൾക്കും പണക്കാർക്കും മാത്രം സ്വന്തമായി നിൽക്കുന്ന പച്ചഭേദം കാണിക്കുന്ന ഒരു നേതാവായിരുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അബൂദറിന് ഈ ഉപദേശം നൽകാൻ കഴിഞ്ഞത്. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഉപദേശം നൽകാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ്. അബൂദർ റളിയല്ലാഹു അൻഹു പാവപ്പെട്ട മനുഷ്യനായിരുന്നു. പണമില്ലാത്ത, പ്രതാപമില്ലാത്ത, പ്രമാണിത്വമില്ലാത്ത മനുഷ്യനായിരുന്നു. പക്ഷേ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താണത്? ഈ ദുനിയാവിനോടുള്ള അടങ്ങാത്ത ആഗ്രഹം ആ മനസ്സിലുണ്ടായിരുന്നില്ല. സുഹുദിന്റെ പ്രതീകമായിരുന്നു, പരിത്യാഗത്തിന്റെ പ്രതീകമായിരുന്നു മഹാനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. ആ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഇത്തരത്തിലുള്ള ഉപദേശം നൽകിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അദ്ദേഹം പഠിച്ച പാഠമാണ്, അദ്ദേഹം പഠിച്ച ഗുണപാഠമാണ്. ഇനിയും 6ഓളം ഉപദേശങ്ങൾ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു നമുക്ക് നൽകിയതായിട്ടുണ്ട്. അത് നമുക്ക് ക്രമം പോലെ പറയാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പണത്തിന്റെയും പ്രതാപത്തിന്റെയും പ്രമാണിത്വത്തിന്റെയും അടിസ്ഥാനത്തിൽ ആളുകളെ നോക്കിക്കാണുകയും പരിഗണിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്ന വളരെ വൃത്തികെട്ട ഒരു നിലപാട് നമുക്ക് ആർക്കും ഇല്ലാതിരിക്കട്ടെ, നമ്മുടെ മനസ്സുകളിൽ തരാതിരിക്കട്ടെ. വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈന വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين فلا عدوان إلا على الظالمين ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും വസീയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ ഈ 1ാമത്തെ ഉപദേശം നമ്മുടെ ജീവിതത്തിൽ നിഴലിച്ചു കാണുന്ന പല സന്ദർഭങ്ങളുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ദുനിയാവിൽ വിളമ്പപ്പെടുന്ന ഭക്ഷണങ്ങളിൽ ഏറ്റവും വൃത്തികെട്ട ഭക്ഷണം ഏതാണെന്നറിയും? നമ്മളിത് കേൾക്കുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും പലിശയായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സംഗതിയായിരിക്കും നമ്മൾ വിചാരിക്കും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പാവപ്പെട്ടവനെ, ദരിദ്രനെ മാറ്റി നിർത്തുന്ന സദ്യകളാണ്, ഭക്ഷണങ്ങളാണ് ഈ ദുനിയാവിലെ ഏറ്റവും നികൃഷ്ടമായ, നീചമായ, വൃത്തികെട്ട ഭക്ഷണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്ത കാലത്ത് ഒരു വീഡിയോ ഇങ്ങനെ വാട്സപ്പിലൊക്കെ കണ്ടതാണ്, നിങ്ങളും കണ്ടിട്ടുണ്ടാവും. ഒരു വലിയ കല്യാണത്തിന്റെ ആളുകളൊക്കെ ഭക്ഷണം കഴിച്ച് എല്ലാവരും പിരിഞ്ഞു പോയതിനു ശേഷം ഒരു കുപ്പിയിൽ അല്പം മാത്രം ബാക്കിയുള്ള ഒരു പാനീയം എടുത്തു പോകാൻ പോകുന്ന ഒരു വൃദ്ധയാണോ അതല്ല യുവതിയാണോ, ഒരു പെണ്ണിനെ ഓടിച്ചിട്ടാട്ടുന്ന ഒരു രംഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും.
ഇത് അധിക കല്യാണ വീടുകളിലും നടക്കുന്ന ഒരു സംഗതിയാണ്. പല കല്യാണ വീടുകളിലും ആളുകൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പൊതി ചോറിന് വേണ്ടി കയ്യും നീട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ കാണുമ്പോൾ ചില ആളുകൾക്ക് വലിയ ആവേശമാണ് അവരോടൊന്ന് കയർക്കാൻ, അവരോടൊന്ന് ചൂടാവാൻ. കാരണം അത്തരത്തിലുള്ള ആളുകളോട് മാത്രമേ ഇവർക്ക് ചൂടാവാൻ പറ്റുള്ളൂ, വേറെ ആരോടും ചൂടാവാൻ പറ്റൂല. അപ്പൊ ആ ഒരു ഫ്രസ്ട്രേഷൻ മുഴുവൻ ഈ പാവപ്പെട്ട മനുഷ്യരുടെ മേലെ തീർക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, പാടില്ല. യാചിച്ചു വരുന്ന ഒരു മനുഷ്യൻ അവന്റെ ഗതികേട് കൊണ്ടാണ്. ഒന്നുകിൽ അവന്റെ സാമ്പത്തികമായ ഗതികൾ, അല്ലെങ്കിൽ അവന്റെ മാനസികമായ ഗതികൾ. ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഒരാൾ കൈ നീട്ടുന്നുണ്ടെങ്കിൽ, അവൻ എത്ര സമ്പത്തുണ്ടെങ്കിലും അവൻ ദരിദ്രനാണ്. ഒരുപാട് ദാരിദ്ര്യം ഉണ്ടായിട്ടും പ്രിയപ്പെട്ടവർ ഒരാൾ കൈ നീട്ടുന്നില്ലെങ്കിൽ അവൻ എത്ര ദരിദ്രനാണെങ്കിലും അവൻ സമ്പന്നനാണ്. കാരണം എന്താണെന്നറിയോ? റിന എന്ന് പറയുന്നത് മനുഷ്യന്റെ രണ്ട് കണ്ണുകൾക്കിടയിലാണ്. എന്റെ വീട്ടിൽ അടുപ്പ് പുകഞ്ഞിട്ടില്ലെങ്കിൽ മറ്റൊരുത്തന്റെ മുന്നിൽ കൈ നീട്ടാതിരിക്കുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ധന്യതയാണ്. അതാണ് യഥാർത്ഥത്തിൽ ധന്യത. ഒരാളോട് യാചിക്കാതിരിക്കുക, നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മറ്റുള്ളവരോട് പറഞ്ഞ് അവരുടെ ഔദാര്യത്തിന് കാത്തു നിൽക്കാതിരിക്കുക. അതില്ലാത്ത ആളുകൾ അല്പരാണ്, ദരിദ്രരാണ്. അവരെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്, അവർക്ക് നമ്മൾ അനുകമ്പ കൊടുക്കേണ്ടതുണ്ട്. അവരുടെ യഥാർത്ഥ സിറ്റുവേഷൻ തിരിഞ്ഞു പോകാനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. അവർ ചോദിക്കുന്നുണ്ടോ, നിന്റെ കൊണ്ട് കഴിയുന്നത് നീ കൊടുക്കുക, എനിക്ക് കൊടുക്കാൻ പറ്റൂലേ? നല്ല വാക്ക് പറയുക. ഖൗലുൻ മഅറൂഫ് വ മഗ്ഫിറത്തുൻ ഖൈറു മിൻ സദഖത്തി യസ്ബഉഹാ അദാ. നിങ്ങൾ കൊടുക്കുന്ന, പ്രയാസപ്പെടുത്തിയിട്ട് നിങ്ങൾ എറിഞ്ഞു കൊടുക്കുന്ന 5-10 ഉറുപ്പിനേക്കാൾ നല്ലതാണ് ഒരു പുഞ്ചി. നല്ലൊരു വാക്ക് പറയാ. അത്രത്തോളം പിശുക്കനാണ് നിങ്ങൾ, അത്രത്തോളം കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല, മനസ്സിൽ സമ്മതിക്കുന്നില്ല. കൊടുക്കണ്ട, അവിടെ പൂത്തി വെച്ചോ, മരിക്കുമ്പോൾ ഖബറിലേക്ക് കൊണ്ടുപോകാലോ. കൊടുക്കണ്ട, ഒരു ചിരിയെങ്കിലും കൊടുക്കുക. മുഖം ചുളിക്കാതിരിക്കുക, ചീത്ത വിളിക്കാതിരിക്കുക, കയർക്കാതിരിക്കുക. പാവപ്പെട്ടവരാണ്. നാളെ നമ്മുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. അള്ളാഹു നമുക്ക് തീരെ എഴുതി തന്നിട്ടൊന്നുമില്ല നീ എന്നും ഈ ഇസ്സത്തിൽ ജീവിക്കും, എന്നും നിനക്ക് ഈ അന്തസ് ഉണ്ടാവും, ഈ നെകളിപ്പൊന്നുണ്ടാവും എന്നൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എഴുതി തന്നിട്ടുമില്ല. അള്ളാഹ് നമുക്ക് എഴുതി തന്നിട്ടില്ല. നാളെ ആ അവസ്ഥയിൽ, ആ ഒരു സിറ്റുവേഷനിൽ നമ്മളും എത്തിപ്പെട്ടേക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കയർക്കാതിരിക്കുക, ആട്ടിയകറ്റാതിരിക്കുക, പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിന്റെ സമ്പത്തിന്റെ ഒരു ഭാഗം നിർബന്ധമായി മാറ്റിവെക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചല്ലോ. അതേപോലെ സമയത്തിന്റെ ഒരു ഭാഗവും അവർക്ക് വേണ്ടി മാറ്റിവെക്കുക. കുറച്ചു നേരം നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്നത് കൊടുക്കുക, മറ്റുള്ളവരെ കൊണ്ട് കൊടുപ്പിക്കാൻ പറ്റുന്നത് കൊടുപ്പിക്കുക. എത്രയോ പദ്ധതികളും സംരംഭങ്ങളും തന്നെ ഉണ്ടല്ലോ. നമ്മുടെ ഈ 2 പള്ളികളുമായി ബന്ധപ്പെട്ട് തന്നെ അൽഹംദുലില്ലാഹ് ഓരോ മാസവും കിറ്റുകൾ കൊടുക്കുന്നുണ്ട്. പാവപ്പെട്ടവരുടെ വീടുകളിലേക്ക് കിറ്റുകൾ എത്തിച്ചു കൊടുക്കുന്ന സമ്പ്രദായമുണ്ട്. നിങ്ങൾക്ക് അതിൽ പങ്കുചേരാം. വളരെ ചെറിയ തുക മാത്രമേ നിങ്ങൾക്ക് ഒരുപക്ഷെ ചെലവ് വരുള്ളൂ, പക്ഷേ പാവപ്പെട്ടവരെ ചേർത്തു പിടിക്കലിന്റെ ഭാഗമാണത്. എത്രയോ മനുഷ്യന്മാരുണ്ട് പ്രിയപ്പെട്ടവരെ, നല്ലൊരു ഭക്ഷണം സ്വപ്നമായി കാണുന്ന എത്രയോ ആളുകളുണ്ട്, നല്ലൊരു ജീവിതം സ്വപ്നമായി കാണുന്ന എത്രയോ മനുഷ്യരുണ്ട്. അവർക്ക് അവരുടെ ഇസ്സത്ത് വകവെച്ചു കൊടുത്തിട്ട് സാധിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാണ്ട് ഞാൻ കൊടുത്തു, ഇനി ഞാൻ നിന്റെ മുന്നിൽ എപ്പോഴും ഞാൻ നിന്റെ മുകളിലാണ് എന്ന ചിന്തയില്ല, എന്ന ചിന്ത ഉണ്ടാവരുത് നമുക്ക്. അവർക്ക് നമ്മൾ കൊടുക്കുന്നതോടൊപ്പം അവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു മനസ്സ് നമുക്ക് നൽകട്ടെ. പാവപ്പെട്ടവരുടെ കൂടെ, അരികുവൽക്കരിക്കപ്പെട്ടവരുടെ കൂടെ, ജീവിതത്തിന്റെ പുറംപോക്കിലേക്ക് വലിച്ചെറിയപ്പെട്ടവരുടെ കൂടെ നിൽക്കാൻ, അവർക്ക് സാന്ത്വനവും സമാധാനവും നൽകാൻ, അവർക്ക് സമാശ്വാസം നൽകാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, ജീവിതത്തിൽ ദാരിദ്ര്യം കൊണ്ടും കഷ്ടപ്പാടുകൾ കൊണ്ടും കടങ്ങൾ കൊണ്ടും വലയുന്ന ഒരുപാട് മനുഷ്യരുണ്ട് റബ്ബേ. അവർക്ക് നീ ഇസ്സത്ത് നൽകണേ അല്ലാഹ്, അവർക്ക് നീ അന്തസ്സ് നൽകണേ അല്ലാഹ്. സന്തോഷത്തോടെ സമാധാനത്തോടെയുള്ള ജീവിതം നീ അവർക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, മുസ്ലിം ഉമ്മത്തിന് 2.5% എന്ന സക്കാത്തിന്റെ വിഹിതം കൃത്യമായി പാവപ്പെട്ടവരിലേക്ക് എത്തിക്കാനുള്ള മനസ്സും ആ ഒരു തയ്യാറെടുപ്പും അവർക്ക് നീ നൽകണേ റബ്ബേ. അതിലൂടെ ഉമ്മത്തിലുള്ള ദാരിദ്ര്യത്തെ മുഴുവനും നീ നിർമ്മാർജ്ജനം ചെയ്യുകയും ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ലോകത്തിന്റെ പല ദിക്കുകളിൽ നിന്നുമായി പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരന്മാർ, അവരുടെ ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കും നീ അറുതി വരുത്തണേ റബ്ബേ. ഫലസ്തീനിലും ചൈനയിലും മ്യാൻമാറിലുമെല്ലാം വേദനയും ബുദ്ധിമുട്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ മോചനം നൽകണേ അല്ലാഹ്. അവരുടെ അവകാശങ്ങൾ നീ തിരിച്ചു കൊടുക്കണേ റബ്ബേ. മരിക്കുന്നതിന് മുന്നേ മസ്ജിദുൽ അഖ്സായിൽ ആത്മാഭിമാനത്തോടെ നിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നത് കാണാനുള്ള ഭാഗ്യം, അല്ലെങ്കിൽ സുജൂദ് ചെയ്യാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ റബ്ബേ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീന വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا